ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 1. ജനലഴികൾക്കിടയിലൂടെ വരുന്ന കാറ്റിൽ മീരയുടെ മുടികൾ പാറിപ്പറന്നു. തൻ്റെ വായനയുടെ സുഖം നഷ്ടപ്പെടുത്തുന്ന അലസമായി കിടക്കുന്ന മുടിയിഴകളെ വാരിക്കെട്ടുന്നതിൻ്റെ ഇടയിലാണ് ലൈബ്രറിയുടെ വരാന്തയിലേക്ക് മീരയുടെ ശ്രദ്ധ പോയത്. താൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ രവിച്ചേട്ടനോട് സംസാരിച്ചു നിൽക്കുന്നത്. ഇതുവരെ ഇവിടെ ഒന്നും കാണാത്തൊരാൾ. ആരാണയാൾ? മീര തന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് അയാളെ തന്നെ നോക്കി. ചെറിയ പുഞ്ചിരിയോട് കൂടിയുള്ള സംസാരം അയാളുടെ മുഖത്ത് ഒരു ആകർഷണമുണ്ടാക്കുന്ന പോലെ മീരയ്ക്ക് തോന്നി. അല്പനേരം അയാളെ തന്നെ ശ്രദ്ധിച്ചു. പിന്നീട് വീണ്ടും മീര വായനയിൽ മുഴുകി. കുറച്ചു നേരം കഴിഞ്ഞതും പുറകിൽ നിന്നും "ചേച്ചി, ഞാൻ എത്തി, വാ പോകാം" എന്ന് മീരയുടെ തോളിൽ തട്ടിക്കൊണ്ട് മീനു പറഞ്ഞു. "ഹാ, നീ എത്തിയോ? നീ ഇന്ന് ഒരുപാട് വൈകിയല്ലോ" എന്ന് പറഞ്ഞുകൊണ്ട് മീര വാച്ചിലേക്ക് നോക്കി. "എന്തു പറയാനാ ചേച്ചി, 4 മണിക്ക് കഴിയേണ്ടതായിരുന്നു സെമിനാർ. സാർ എത്തിയത് തന്നെ 4 മണിക്ക്. അതാ വൈകിയേ. ചേച്ചി പുസ്തകം വെച്ചിട്ട് വായോ, ഞാൻ വണ്ടിയുടെ അടുത്തുണ്ടാകും" എന്ന് പറഞ്ഞുകൊണ്ട് മീനു പുറത്തേക്ക് പോയി. പുസ്തകം ഷെൽഫിലേക്ക് തിരിച്ചു വെച്ച് തൻ്റെ ബാഗും എടുത്ത് മീര മീനുവിൻ്റെ അടുത്തേക്ക് നടന്നു. വരാന്തയിലൂടെ നടക്കുമ്പോൾ ഓരോ മുറിയിലും മീരയുടെ കണ്ണുകൾ വെറുതെ ഒന്ന് അയാളെ പരതി. പക്ഷേ എവിടെയും കണ്ടില്ല. "മീനു, മീനു, നീ ഉറങ്ങിയോ?" "ഇല്ല മീരേച്ചി, എന്തേ?" "ഒന്നുമില്ല. ഇന്ന് ലൈബ്രറിയിൽ വെച്ച് ഞാനൊരാളെ കണ്ടിരുന്നു. അയാൾ ലൈബ്രറിയുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അയാളെ കാണുന്നതെങ്കിലും എന്തോ ഒരു പരിചയമുള്ളത് പോലെ. ചിലപ്പോൾ വെറും തോന്നലാകാം." "ആഹാ, എന്നിട്ട്?" "ഒന്ന് ക്ഷമിക്കും മീനു, ഞാനൊന്ന് പറഞ്ഞോട്ടെ." വീണ്ടും മീര അയാളെ പറ്റി പറഞ്ഞു തുടങ്ങി. വളരെ തീക്ഷ്ണമായ കണ്ണുകൾ, മുഖത്തൊരു ചെറു പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ടുള്ള സംസാരം, ഗാംഭീര്യമുള്ള മുഖവും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ശാരീരിക ഭാഷയിലുള്ള വിനയവും. എന്തോ ഒന്ന് നോക്കിപ്പോകും അയാളെ. ഞാൻ കുറച്ചു നേരം അയാളെ തന്നെ ശ്രദ്ധിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്ന അയാൾ കണ്ട പിന്നെ നോക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാനത് വിട്ടു. പക്ഷേ ലൈബ്രറിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടെ അവിടെയെല്ലാം ഒന്ന് നോക്കി. എന്നാൽ എവിടെയും കണ്ടില്ല. അയാൾ ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല." മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി മനസ്സിലെന്തോ ആലോചിക്കുന്ന ഭാവത്തിൽ മീര പറഞ്ഞു. "രവിച്ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ പോരെ? അറിയാലോ ഇത്രയേറെ നോക്കി നിൽക്കാൻ തോന്നുന്ന അയാൾ ആരാണെന്ന്." "അല്ല, ചുരുക്കത്തിൽ മീരേച്ചിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ക്രഷ് അടിച്ചോ? എനിക്കതറിഞ്ഞാൽ മതി." കുണുങ്ങി ചിരിച്ചുകൊണ്ട് മീനു ചോദിച്ചു. "പിന്നെ ക്രഷ് എന്തൊക്കെയാ മീനു നീ പറയുന്നത്? നമ്മൾ ഓരോ ദിവസവും എത്ര പേരെ കാണുന്നു. അതിൽ ചിലരെ നമ്മൾ ശ്രദ്ധിക്കും." വിനയം നിറഞ്ഞു നിൽക്കുന്ന പെരുമാറ്റം. അയാളിൽ അങ്ങനെ എന്തോ എനിക്കൊരു ആകർഷണം തോന്നി. അതൊന്ന് കണ്ണിലുടക്കി, അത്രയേ ഉള്ളൂ. അമിത വിനയം കാണിക്കുന്നവരെ ശ്രദ്ധിക്കണം ചേച്ചി, അത്ര നല്ലവരൊന്നും ആകില്ല. ഒരാൾ സൃഷ്ടിച്ചെടുക്കുന്ന വിനയവും സ്വാഭാവികമായി അവരിലുണ്ടാകുന്ന വിനയവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അയാളിൽ അങ്ങനെ സൃഷ്ടിച്ചെടുത്ത വിനയമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കെന്താ? കണ്ടപ്പോൾ ഒരു ആകർഷണം തോന്നി. നിന്നോടത് പറഞ്ഞതോടു കൂടി ആ ചാപ്റ്റർ ക്ലോസ്. ഈ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ചേച്ചിക്ക് ഇത്രയേറെ ആകർഷിച്ച ആളല്ലേ, ഉറപ്പായും ചേച്ചി അയാളെ ഇനിയും കാണാൻ സാധ്യതയുണ്ട്." "പ്രവചനമൊക്കെ പറയുന്നു. നീ എപ്പോഴാ ജ്യോത്സ്യനായേ?" എന്ന് പറഞ്ഞുകൊണ്ട് മീര ചിരിച്ചു. "അല്ല, സിനിമകളിലൊക്കെ ഇങ്ങനെയാണല്ലോ, അത് വെച്ച് ഞാൻ പറഞ്ഞതാ. ഞാൻ ആധികാരികമായൊന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെ, എന്നിട്ട് ബാക്കി പ്രവചിക്കാം." "മതി നിന്റെ ആലോചനയും പ്രവചനവും. നേരത്തെ എണീക്കണ്ടേ? ക്ലാസ് ഉള്ളതല്ലേ. ജ്യോതിഷി പ്രവചനമൊക്കെ നിർത്തി ഉറങ്ങിക്കോ" എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ച് മീര തൻ്റെ തലയണയ്ക്കടുത്ത് വെച്ച ചെമ്പകപ്പൂക്കളുടെ ഗന്ധം നുകർന്നു നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. മീനുവും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉറക്കമായി. ഒടുവിൽ ഓർമ്മകളായി തീരാൻ മാത്രം വഴിതെറ്റി നമ്മിലേക്കെത്തുന്ന ചിലരുണ്ട്. ഓർമ്മകളായി മാറി അവർക്കറിയില്ലല്ലോ മരണം വരെ നമ്മൾ ആ ഓർമ്മയിൽ എരിഞ്ഞു തീരുമെന്ന്. വായനയിൽ മുഴുകിയിരിക്കുന്ന മീരയോട് "ഹലോ മീര, ഐ എം കാർത്തിക്." അത് കേട്ടതും പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് തൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെ മീര നോക്കി. മീര അല്പം ഞെട്ടലോടെ, ദൈവമേ, കഴിഞ്ഞ ദിവസം മുഴുവൻ ആരാണയാൾ എന്ന ചിന്ത തന്നിലുണ്ടാക്കിയാൾ മീനുവിനോട് പറഞ്ഞില്ലെങ്കിലും ഒരു തവണ കൂടി കാണണമെന്ന് തോന്നിയ ആൾ
ഇന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നു. മീനുവിൻ്റെ പ്രവചനം സത്യമായിരിക്കുന്നു. മീര ചിന്തിച്ചു. ആദ്യം തെല്ലൊരു അത്ഭുതവും ആകാംക്ഷയും മീരയിൽ ഉണ്ടായെങ്കിലും മീനുവിൻ്റെ പ്രവചനങ്ങൾ ഓർത്തപ്പോൾ മീരയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. മീരയല്ലേ? കാർത്തിക് വീണ്ടും ചോദിച്ചു. കാർത്തിക്കിൻ്റെ ശബ്ദം മീരയെ ചിന്തകളിൽ നിന്നും ഉണർത്തി. അതെ, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മീര, ഞാൻ PKS കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. കോളേജിൽ എനിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിനായി ചില പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. ഇന്നലെ ഇവിടെ ലൈബ്രറി നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ രവിച്ചേട്ടനാണ് പറഞ്ഞത് മീര ധാരാളം ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണ്, ചിലപ്പോൾ മീരയുടെ കയ്യിലുണ്ടാകുമെന്ന്. തന്നെ കാണിച്ചെന്നും രവിച്ചേട്ടനാണ്. മീരയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മീരയുടെ കൈവശം ആ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? നെക്സ്റ്റ് വീക്ക് തിരിച്ചു തരാം. ആ, സാർ എത്തിയോ? മീര, ഇത് കാർത്തിക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ലൈബ്രറിയനായ രവിച്ചേട്ടൻ കടന്നു വന്നു. എന്നിട്ട് കാർത്തിക്കിനെ നോക്കി. സർ, മീര ടീച്ചറോട് ചോദിച്ചോ ബുക്ക് ടീച്ചറുടെ കയ്യിലുണ്ടോ? ആ രവിച്ചേട്ടാ, ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ വന്നത്. കാർത്തിക് മറുപടി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട്, ടീച്ചറെ, ഇത് കാർത്തിക് സർ, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. രവിച്ചേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, ആ രവിച്ചേട്ടാ, സാർ ഇപ്പോൾ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ, മീര പറഞ്ഞു. ആ, നിങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. ടീച്ചർ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമല്ലോ. അതാ സാർ ഇന്നലെ പുസ്തകം തിരഞ്ഞ് കിട്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മോളെപ്പറ്റി പറഞ്ഞത്. ഈ സാറിന് വേണ്ട പുസ്തകങ്ങൾ ടീച്ചറുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാമോ? ആവശ്യം കഴിഞ്ഞാൽ ഉടനെ സാർ തിരിച്ചു തരും, ഇല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രവിച്ചേട്ടൻ കാർത്തിക്കിനെ നോക്കി. ഓ, തീർച്ചയായും തിരിച്ചേൽപ്പിക്കാം. കാർത്തിക്കും ഒന്ന് ചിരിച്ചു. അതിനെന്താ രവിച്ചേട്ടാ, ഒരാൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ. ബുക്സ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നാളെ വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാം, മീര പറഞ്ഞു. അപ്പോൾ സാറേ സന്തോഷമായില്ലേ? കാർത്തിക്കിനോട് രവിച്ചേട്ടൻ ചോദിച്ചുകൊണ്ട് ലൈബ്രറിയിൽ എത്തിയ കോളേജ് കുട്ടികളെ നോക്കി. എന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ട പുസ്തകം പോയി എടുത്തു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ എല്ലാം വലിച്ചിടും എന്ന് പറഞ്ഞ് ധൃതിയിൽ രവിച്ചേട്ടൻ അങ്ങോട്ട് പോയി. എനിക്ക് ന്യൂ ഡെസേർട്സ്, ഡെഡ് കോപ്പർ ഫ്ലവേഴ്സ്, സൊസൈറ്റി ദാറ്റ് സ്വാലോസ് ബിറ്റേർനെസ് എന്നീ പുസ്തകങ്ങളാണ് വേണ്ടത്. പലയിടത്തും അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. ഓൺലൈനിലുണ്ട്, പക്ഷേ സമയമെടുക്കും കയ്യിൽ കിട്ടാൻ. ടീച്ചർക്ക് ബുദ്ധിമുട്ടായോ? മടിച്ചുകൊണ്ട് കാർത്തിക് ചോദിച്ചു. ഇതിലെ 2 ബുക്സുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടുവരാം. പിന്നെ എനിക്കിതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലട്ടോ കാർത്തിക് സാറേ, മീര ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. സംസാരിക്കുമ്പോഴെല്ലാം അയാളുടെ മുഖത്തേക്ക് മീര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ കണ്ണുകളെടുക്കാൻ കഴിയാത്ത വിധം എന്താണ് അയാൾക്കിത്ര പ്രത്യേകത, എന്തുകൊണ്ടാണ് അയാളിലേക്ക് തന്നെ ഇത്രയധികം ആകർഷിപ്പിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് മീര അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഓ, താങ്ക് യു മീര, വളരെയധികം സന്തോഷം, കാർത്തിക് വിനയത്തോടെ പറഞ്ഞു. ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിന്നാൽ തന്നെപ്പറ്റി അയാൾ എന്ത് വിചാരിക്കും എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് മീര തൻ്റെ നോട്ടം മാറ്റിക്കൊണ്ട്, ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ സ്ഥിരം വരാറുണ്ടോ? സംശയത്തോടെ മീര ചോദിച്ചു. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ നാട് കണ്ണൂരാണ്. ഇവിടെ ട്രാൻസ്ഫറായി വന്നതാണ്. മീര ടീച്ചറാണല്ലേ? രവിച്ചേട്ടൻ ടീച്ചർ എന്ന് വിളിക്കുന്നത് കേട്ടു. തലയാട്ടിക്കൊണ്ട് മീര അതെ എന്ന് പറഞ്ഞുകൊണ്ട്, നാളെ ഞാൻ ബുക്സ് കൊണ്ടുവരാം. സാറ് വൈകുന്നേരം ഇവിടെ കാണുമോ, അതോ രവിച്ചേട്ടനെ ഏൽപ്പിച്ചാൽ മതിയോ? ആ, ഞാൻ നാളെ വൈകുന്നേരം ഇവിടെ ഉണ്ടാകും, നേരിട്ട് തന്നാൽ മതി. എങ്കിൽ ശരി, നാളെ കാണാം, മീര പറഞ്ഞു. ഓ, അങ്ങനെയാവട്ടെ, വീണ്ടും താങ്ക്സ് എന്ന് പറഞ്ഞു കാർത്തിക് പുറത്തേക്ക് പോയി. ഇന്നലെ ആരാണെന്ന് ഒന്നറിയണമെന്നുണ്ടായിരുന്നു. ഇന്നിതാ അയാൾ തന്നെ നേരിട്ട് വന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത് എന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ട് വീണ്ടും മീര പുസ്തകം കയ്യിലെടുത്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മീരയുടെ ഫോൺ റിങ് ചെയ്തു. മീര തൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത്, ഹലോ മീനു, നീ എത്തിയോ? ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് പുസ്തകം തിരിച്ച് ഷെൽഫിൽ വെച്ച് മീര മീനുവിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴും മീരയുടെ കണ്ണുകൾ ലൈബ്രറിയിലാകെ കാർത്തിക്കിനെ തിരഞ്ഞു. മീനുവിനെ കണ്ടതും, മീനു, ഇന്നൊരു വിശേഷമുണ്ടായി, നിന്നോട് പറയണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത്. പറയണ്ടേ ചേച്ചി, ആളെ ടെൻഷനാക്കാതെ,
പറയാം, പക്ഷേ പറഞ്ഞു കഴിഞ്ഞുള്ള നിന്റെ അഹങ്കാരം ഞാൻ കാണണ്ടേ? മീര ചിരിച്ചു. ഓ, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? ദേഷ്യത്തോടെ മീനു ചോദിച്ചു. മീനു, നിന്റെ പ്രവചനം വലിച്ചിരിക്കുന്നു. കാർത്തിക്കിനെ കണ്ടതും സംസാരിച്ചതുമെല്ലാം ഓരോന്നായി മീര പറഞ്ഞു. എന്നിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട്, ജ്യോതിഷി, ഇത്ര വേഗം പ്രവചനം വലിക്കുമെന്ന് വിചാരിച്ചില്ല, നമിച്ചു മോളെ. മീനു അത് കേട്ട് ചിരിച്ചുകൊണ്ട്, ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ജ്യോതിഷിയുടെ പവർ? ഇനി ചേച്ചി ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട, പിന്നെ ഫാൻസുകാരാകും വെറുതെ. മീനു നല്ല കട്ട ഷൂ ഇറക്കുന്നത് കണ്ടതും, എൻ്റെ ഈശ്വര, ഇതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഒരു ചക്ക വീണും മുയല് ചത്തപ്പോഴേക്കും പെണ്ണിൻ്റെ ഒരു അഹങ്കാരം. ചിരിച്ചുകൊണ്ട് മീര നെഞ്ചത്ത് കൈവച്ചു. ഇതൊക്കെ അങ്ങനെ സംഭവിക്കൂ ചേച്ചി, ഞാൻ എത്ര സിനിമ കണ്ടിരിക്കുന്നു. എന്തായാലും നാളെ വീണ്ടും കാണുമല്ലോ, അങ്ങനെ വീണ്ടും വീണ്ടും കാണട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. തുടങ്ങി അവളുടെ കിന്നാരം പറച്ചിൽ. മതി, വണ്ടിയെടുക്ക്, നമുക്ക് പോകാം. ദേഷ്യത്തോടെ മീര പറഞ്ഞു. അച്ചോടാ, എൻ്റെ പൊന്നാര ചേച്ചിക്ക് ദേഷ്യം വന്നോ? എൻ്റെ ചേച്ചി, ഇതൊക്കെയല്ലേ ഒരു രസം. ചിലപ്പോൾ അയാൾ കല്യാണം വരെ കഴിഞ്ഞ ആളായിരിക്കും. ഞാൻ ചുമ്മാ ചേച്ചി ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതല്ലേ. വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് 2 ചെമ്പകപ്പൂക്കൾ എടുത്ത് മീരയ്ക്ക് നൽകിയിട്ട് മീനു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മീര ഒരു പുഞ്ചിരിയോടെ ആ ചെമ്പകപ്പൂക്കളെ തൻ്റെ മുഖത്തോടടുപ്പിച്ചു. ഒന്ന് മണത്തുകൊണ്ട് ബാഗിലേക്ക് വെച്ചു. വീട്ടിലെത്തിയതും മീര കുളിച്ച് ചായ വെച്ച് മീനുവിനും കൊടുത്തു. കുടുംബശ്രീയിലേക്ക് പോയ വല്യമ്മ വരുന്നതും കാത്ത് പുറത്തേക്ക് നോക്കി ഉമ്മറപ്പടിയിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മ തിരിച്ചെത്തി. വലിയമ്മയും മീരയും മീനുവും ഉമ്മറപ്പടിയിലിരുന്ന് വിശേഷങ്ങൾ സംസാരിച്ചു. ഇന്നിവിടെ രഞ്ജിത്ത് വന്നിരുന്നു. ഇന്നലെ രാത്രിയാണത്ര എത്തിയത്. തടിയും നിറവും ഒക്കെ വന്ന ആളിപ്പോൾ ഒന്നുകൂടി സുന്ദരനായിട്ടുണ്ട്, വല്യമ്മ പറഞ്ഞു. രഞ്ജിത്ത് വന്നു എന്ന് കേട്ടതും, ചോക്ലേറ്റ്സ് കൊണ്ടുവന്നില്ലേ അമ്മേ? മീനു കൊതിയോടെ ചോദിച്ചു. അത് പിന്നെ കൊണ്ടുവരാതിരിക്കോ? നിന്റെ ആർത്തി അവൻക്കറിയാലോ. വല്യമ്മേ, ആ ചോക്ലേറ്റ്സ് എടുത്ത് ആദ്യം കൊടുക്ക്, എന്നിട്ട് ബാക്കി വിശേഷം പറഞ്ഞാൽ മതി. മീര ചിരിച്ചുകൊണ്ട് വല്യമ്മയോട് പറഞ്ഞു. അതാണ്, എൻ്റെ ചേച്ചിക്കറിയാം. പോയി എടുത്തിട്ട് വാ അമ്മ. അല്ലേ വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. എവിടെ വെച്ചേക്കുന്നത്? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, അടുക്കളയിൽ താഴത്തെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അത് കേട്ടതും മീനു കൊതിയോടെ അതെടുക്കാനോടി. വന്നു പോയിട്ടിപ്പോൾ 3-4 മാസമല്ലേ ആയിട്ടുള്ളൂ. പുതിയ കമ്പനി ചേർന്നുള്ള രഞ്ജുവിനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാലേ, മീര വല്യമ്മയോടായി പറഞ്ഞു. മോളെ, വല്യമ്മ ഒരു കാര്യം പറയട്ടെ. ബാലമ്മാവനെ ഞാനിന്ന് കുടുംബശ്രീക്ക് പോയപ്പോൾ കണ്ടിരുന്നു. അടുത്ത വരവിൽ രഞ്ജിത്തിൻ്റെ കല്യാണം നടത്തണമെന്നുണ്ട്. അവനിക്കിപ്പോൾ നല്ലൊരു ജോലിയൊക്കെ ആയല്ലോ. പിന്നെ അവരൊരിഷ്ടം പറഞ്ഞു. ഞാൻ മോളോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. മോള് മനസ്സിലെ വിഷമങ്ങളെല്ലാം മറക്കണം. മോള് വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാകില്ല ജീവിതത്തിൽ. വേണ്ട വല്യമ്മേ, ഇതെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം, മീര പറഞ്ഞു. പിന്നെ സംസാരിക്കാം എന്ന് വെച്ച് എത്ര നാളായി? നീ ജീവിതത്തിൽ തനിച്ചാകരുത്. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും മോൾക്കൊരു കൂട്ട് വേണം. വല്യമ്മയ്ക്കത് കാണണം. അവനെന്താ നല്ല പയ്യനല്ലേ, എൻ്റെ മോള് സമ്മതിക്കണം എന്ന് പറഞ്ഞ് തലയിൽ തലോടിക്കൊണ്ട് വല്യമ്മ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. രഞ്ജിത്ത് വളരെ നല്ല പയ്യൻ തന്നെയാ. പക്ഷേ വല്യമ്മേ, രഞ്ജിത്ത് എൻ്റെ കൂടെ കളിച്ചു വളർന്നതല്ലേ. അവനെനിക്ക് ഒരു സഹോദരനെ പോലെയോ ഒരു അടുത്ത കൂട്ടുകാരനെ പോലെയോ കാണാൻ കഴിയൂ. പിന്നെ വല്യമ്മയ്ക്ക് എല്ലാം അറിയുന്നതല്ലേ. കല്യാണമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ്. വല്യമ്മ ഇപ്പോൾ എന്നോടൊന്നും പറയല്ലേ. എനിക്ക് കുറച്ചുകൂടെ സമയം തരൂ. മീരയുടെ വാക്കുകൾ ഇടറി, കണ്ണുകൾ നിറഞ്ഞു. എന്താ മോളെ, ഇപ്പോൾ തന്നെ വയസ്സ് 18 ഇതാകുമ്പോൾ നമുക്കറിയുന്ന പയ്യനല്ലേ. മോളെ, ഇതിന് നീ സമ്മതിക്കണം. അതാണ് വല്യമ്മയുടെ ആഗ്രഹം. വയ്യ, ഇനി ഒരു ദുരന്തം കൂടെ എനിക്ക് സഹിക്കാൻ വയ്യ. മീര വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മീരേച്ചി, രഞ്ജേട്ടൻ ഇത്തവണ ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് മീനു ഓടി വന്നു. കരയുന്ന മീരയെ കണ്ടതും, അമ്മ തുടങ്ങിയല്ലേ ചേച്ചിയോട് ഓരോന്ന് പറഞ്ഞ്, മീനു ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞു. മീനു, നിനക്കിപ്പോൾ മനസ്സിലാകില്ല എൻ്റെ വേദന. ഇങ്ങനെയായ നിന്റെ മീരേച്ചിക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? അവൾക്ക് ഞാനല്ലാതെ വേറെ ആരാണ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? മാധവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും
അവിടേക്ക് പണി കഴിഞ്ഞു വരുന്ന ലതയെ കണ്ടതും അവർ ആ സംസാരം നിർത്തി. വേഗം വല്യമ്മ, സന്ധ്യയായി, മോളെ മീരെ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്ക്. മീനു പോയി വേഗം കുളിച്ചിട്ട് വന്ന് ചേച്ചിയോടൊപ്പം നാമം ജപിക്കൂ. വല്യമ്മ പറഞ്ഞതും കണ്ണുകൾ തുടച്ചു മീര അകത്തേക്ക് വിളക്കെടുക്കാൻ പോയി. എന്താ മാധവി, 3 പേരും കൂടെ ഒരു വിശേഷം പറച്ചിൽ? ലത ചോദിച്ചുകൊണ്ട് അവിടേക്ക് കയറി വന്നു. ഹേ, ഒന്നുമില്ല ലത, കുട്ടികൾ സ്കൂളിൽ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതാ ലതേച്ചി, രഞ്ജിത്തേട്ടൻ കൊണ്ടുവന്നതാ. തന്റെ കയ്യിലെ ചോക്ലേറ്റ്സിൽ നിന്നും 3-4 എടുത്ത് മീനു ലതയുടെ നേരെ നീട്ടി. ചിരിച്ചുകൊണ്ട് മിഠായികൾ വാങ്ങി അരിയിൽ വെച്ചുകൊണ്ട്, വന്നു എന്ന് രാവിലെ ബാലേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് മീനു അകത്തേക്ക് പോയി. ഇന്ന് എവിടെയായിരുന്നു പണി? മാധവി ലതയോട് ചോദിച്ചു. കളത്തിൽ കൊയ്ത്തായിരുന്നു, ഇത്തവണ നല്ല മേനിയുണ്ട് പറഞ്ഞ് അരിയിൽ നിന്ന് കുറച്ച് പുകലയെടുത്ത് തിരുമ്മി വായിലിട്ടുകൊണ്ട്, നമുക്കെന്നാ കൊയ്ത്ത് തുടങ്ങേണ്ടത്? കളത്തിൽ കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിക്കോളൂ, നെല്ല് വീണാ പിന്നെ ബുദ്ധിമുട്ടാകും. ബാക്കി മേലെടുത്ത കണ്ടം വണ്ടി വന്ന് കൊയ്തോളും. ഏതു നേരവും ഇതും ചവച്ചുകൊണ്ടിരുന്നാൽ പിന്നെ തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട. നിനക്ക് ഈ പുകലൊന്ന് നിർത്തിക്കൂടലതേ? പുകലയിലേക്ക് നോക്കി വിരോധത്തോടെ മാധവി പറഞ്ഞു. നിർത്തണം എന്ന് വിചാരിക്കും, പക്ഷെ പറ്റണില്ല. ആ നേരമായ പിന്നെ വായൊക്കെ എന്തോ പോലെയാണ്, ഒരു പൊരിച്ചൽ. ഇതങ്ങോട്ട് വെച്ചാൽ നല്ല സുഖമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തന്നെ പറയുക. പിന്നെ വല്ല അസുഖം വരുമ്പോഴായിരിക്കും പഠിക്കുക. മാധവിയും ലതയും സംസാരിക്കുന്നതിനിടയിൽ മീര വിളക്കുമായി വന്നു. വിളക്ക് കണ്ടതും ലത പുകല തുപ്പിക്കളഞ്ഞു. ഈശ്വര എന്ന് വിളിച്ച് വിളക്കിനെ തൊട്ടു തൊഴുതു. എന്നിട്ട്, മാധവി, കുട്ടിക്ക് കല്യാണം നോക്കണ്ടേ? ജോലിയൊക്കെ ആയില്ലേ? ലത പതുക്കെ മാധവിയോട് ചോദിച്ചു. കല്യാണമൊക്കെ നോക്കണം. രാമൻ ബ്രോക്കറെ കാണുമ്പോൾ നല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയണം, മാധവി പറഞ്ഞു. രഞ്ജിത്തിന് പെണ്ണ് നോക്കണമെന്ന് ബാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അവൻ കുട്ടിക്ക് നന്നായി ചേരില്ലേ? അതാകുമ്പോൾ 2 കൂട്ടർക്കും ഒന്നും അന്വേഷിക്കണ്ട. നിങ്ങൾക്കതൊന്ന് ആലോചിച്ചൂടെ? ഞാൻ പറയണോ ബാലേട്ടനോട്? ലതയുടെ വാക്കുകൾ കേട്ട് മീര വല്യമ്മയെ സൂക്ഷിച്ചു നോക്കി. മീരയുടെ നോട്ടം മനസ്സിലാക്കിയ മാധവി, ബാലമാമൻ തന്നോട് ഈ കല്യാണാലോചനക്കാര്യം പറഞ്ഞത് ലതയോട് പറഞ്ഞില്ല. ആ, സമയമുണ്ടല്ലോ, ആലോചിക്കാം. നീ ഇവിടെ ഇരിക്കൂ, രാവിലെ നാഷ്ട ബാക്കി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് സംസാരം മാറ്റി മാധവി വേഗം അടുക്കളയിലേക്ക് പോയി. മീനുവും കുളി കഴിഞ്ഞ് നാമം ജപിക്കാൻ മീരയുടെ അടുത്ത് വന്നിരുന്നു. അവർ 2 പേരും നാമം ജപിക്കുന്നത് കണ്ട് ഭക്തിയോടെ ലത നോക്കിയിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം 3 മണി. മീര തൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളുമായി ലൈബ്രറിയിലെത്തി. ഷെൽഫിൽ പുസ്തകങ്ങൾ തിരഞ്ഞു നിൽക്കുകയായിരുന്ന കാർത്തിക്കിനെ കണ്ടപ്പോൾ മീര, ഹലോ കാർത്തിക് സർ. കാർത്തിക് തിരിഞ്ഞു നോക്കിയതും, ഹാ മീര ടീച്ചറോ, ഇതല്ലേ സാർ ചോദിച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് മീര തൻ്റെ കയ്യിലെ പുസ്തകങ്ങൾ കാർത്തിക്കിന് നേരെ നീട്ടി. ടീച്ചർ നേരത്തെയാണല്ലോ, കാർത്തിക് ചോദിച്ചു. ഇന്ന് പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ട് 2 മണിവരെ ഉണ്ടായിരുന്നുള്ളൂ. സാറിനും ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ചെറിയൊരു പനി പോലെ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ ഒരു ലീവ് എടുത്തു. പിന്നെ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു, കാർത്തിക് പറഞ്ഞു. സാർ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, മെഡിക്കൽ സ്റ്റോറിൽ പോയി പനിയുടെ ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിച്ചു. കുറവില്ലെങ്കിൽ നാളെ ഡോക്ടറെ കാണാമെന്ന് കരുതി. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഹാ, കുറവുണ്ട്. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മീര ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ കാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചറാണ്. ആഹാ, നമ്മൾ 2 പേരും ഒരേ വിഷയമാണല്ലോ. കാരമംഗലം ഇവിടെ അടുത്താണോ? ഇവിടെ സ്ഥലങ്ങളൊന്നും എനിക്കത്ര പരിചയമായിട്ടില്ല. ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ, അത്രയേ ഉള്ളൂ. സാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് എത്ര നാളായി? ഞാനൊക്കെ 17 ദിവസം ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. താമസമൊക്കെ എവിടെയാണ്? ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ? മീര ചോദിച്ചു. ഹേ, ഇവിടെ ആരുമില്ല. ഇപ്പോൾ താമസമൊക്കെ കോളേജ് ഹോസ്റ്റലിലാണ്. നല്ലൊരു വീട് നോക്കണം. ഹോസ്റ്റലിലാകെ കുട്ടികളുടെ ബഹളം കാരണം സ്വസ്ഥമായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറ് ഒരു വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീര ഒന്ന് മൂളി. ഇന്ന് മീരയ്ക്ക് സ്കൂളിൽ എന്ത് പ്രോഗ്രാം ആയിരുന്നു? സ്റ്റുഡൻസും ടീച്ചേഴ്സും കൂടി ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്യണം. കുട്ടികളെ ഓരോ ഗ്രൂപ്പായി തിരിച്ച് അവർക്ക് ഓരോ സബ്ജക്റ്റ് കൊടുക്കും. അത് വെച്ച് നാടകം, ഡാൻസ്, മൈം, അങ്ങനെ അവരെ കൊണ്ട് എന്ത് പറ്റുന്നു അതിനോടൊപ്പം അതിലൊരു വേഷം ഓരോ ഗ്രൂപ്പിനെയും ലീഡർമാരായ ടീച്ചേഴ്സ് ചെയ്യുക. എൻ്റെ ഗ്രൂപ്പിൽ നാടകമായിരുന്നു. അതിലെ എൻ്റെ വേഷം
ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അത് കേട്ടതും കാർത്തിക് ടീച്ചറിൻ്റെ വേഷം കണ്ടിട്ട് ക്യാരക്ടറിൻ്റെ സ്വഭാവം കുറച്ച് പൊങ്ങച്ചമൊക്കെയുള്ള, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷുകളുടെ സംസാരമൊക്കെയുള്ള അങ്ങനെ ടീച്ചറല്ലേ? മീര ചിരിച്ചുകൊണ്ട് അത് പിന്നെ അങ്ങനെ ആവണമല്ലോ. അത് കേട്ടപ്പോൾ കാർത്തിക് ചിരിച്ചു, ഒപ്പം മീരയും. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ആകണം, മലയാളം ടീച്ചറാണെങ്കിൽ പൊങ്ങച്ചങ്ങളില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത, മലയാള തനിമയുള്ള വേഷം അല്ലേ? കാർത്തിക് പറഞ്ഞു. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിലും ഇങ്ങനെയൊന്നും അല്ലാട്ടോ, മീര പറഞ്ഞു. ഹേയ്, ഞാൻ ടീച്ചർ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മീരയുടെ ഫോൺ റിങ് ചെയ്തു. മീര ഫോൺ എടുത്ത് ഹാ മീനു, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയതും ടീച്ചർക്ക് പോകാൻ നേരമായോ? കാർത്തിക് ചോദിച്ചു. ഹാ, എൻ്റെ സിസ്റ്റർ എത്തി, മീനു. അവൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് ലേറ്റ് ആകാൻ സമ്മതിക്കില്ല. ഞാനിന്ന് ഇറങ്ങട്ടെ, പിന്നെ കാണാം. എങ്കിലൊക്കെ ടീച്ചർ, ബുക്സ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം, കാർത്തിക് വിനയത്തോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മീര പുറത്തേക്ക് പോയി. കാർത്തിക് മീര കൊടുത്ത പുസ്തകങ്ങൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കിയതിനു ശേഷം കാർത്തിക്കും പുറത്തേക്കിറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം 6 മണി. ഹലോ അമ്മ, അമ്മ കേൾക്കുന്നുണ്ടോ? കോളേജ് ഹോസ്റ്റലിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാർത്തിക് ഫോണിലൂടെ അമ്മയോട് ചോദിച്ചു. ഹാ പറ മോനെ, ഇപ്പം കേൾക്കുന്നുണ്ട്, മറുതലയ്ക്കിൽ നിന്നും അമ്മ പറഞ്ഞു. റൂമിനകത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതാ നേരത്തെ അമ്മ വിളിച്ചപ്പോൾ കേൾക്കാതെ ഇരുന്നത്. പിന്നെ എന്തൊക്കെയാണ് അമ്മയുടെ വിശേഷങ്ങൾ? അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഹേ ഇല്ല മോനെ, ഇപ്പം അമ്മയ്ക്ക് പ്രയാസങ്ങളൊന്നുമില്ല, കാലുവേദന ഒക്കെ കുറവുണ്ട്. അമ്മയ്ക്ക് ആകെ ഒരു സമാധാനക്കേട് നിന്നെ ഓർത്താണ്. അവിടെ നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാകുമല്ലേ? അമ്മ വിഷമത്തോടെ ചോദിച്ചു. എന്നെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമവും വേണ്ട. അമ്മ അഭിചേച്ചിയെ ശ്രദ്ധിക്കുക, എത്ര വർഷം കാത്തിരുന്നിട്ടാണ്. തൽക്കാലം അമ്മ ചേച്ചിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ കാര്യം കുറച്ച് നാളത്തേക്കല്ലേ, ഞാനത് മാനേജ് ചെയ്തോളാം. അമ്മ വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാർത്തിക് പറഞ്ഞതും മറുതലയ്ക്കിൽ നിന്നും നിന്നോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. നീ ഒറ്റയ്ക്കാവുന്ന അമ്മയ്ക്ക് ചിന്തിക്കാൻ വയ്യടാ. എല്ലാം ശരിയാക്കാം അമ്മ. ഇന്നലെ ചേച്ചി ഡോക്ടറെ കാണിച്ചിട്ട് എന്തു പറഞ്ഞു? കണ്ടില്ലേ അവൻ വേഗം വിഷയം മാറ്റിയത്. എന്താ മോനെ നീ ഇത് പറയുമ്പോൾ മാത്രം ഒഴിഞ്ഞു മാറുന്നത്? അമ്മയ്ക്ക് ആകെയുള്ള ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമാണ്. അമ്മ, എല്ലാം ശരിയാക്കാം. അമ്മയുടെ എല്ലാ പരാതികളും ഞാൻ ഉടൻ തന്നെ തീർക്കാം, പോരെ? ഇനി ഡോക്ടറെ കാണിച്ച് വിവരം പറയേ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി, ഒന്ന് പോട ചെറുക്ക, അമ്മ പരിഭവം പറഞ്ഞു. എന്നാ നോക്കിക്കോ, അമ്മ വരുമ്പോഴേക്കും ഒരു പെൺകുട്ടി കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ, കാർത്തിക് വാശിയോടെ പറഞ്ഞു. ഇനിയെങ്കിലും ഡോക്ടറെ കണ്ട വിവരം ഒന്ന് പറ എൻ്റെ പുന്നാരമ്മേ. കാർത്തിക് പറഞ്ഞത് കേട്ട് അമ്മ പുഞ്ചിരിച്ചു. എന്നിട്ട് യൂട്രസിന് കനം കുറവായതുകൊണ്ട് അവളോട് ഡോക്ടർ ഒട്ടും അനങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെഡ് റെസ്റ്റ് തന്നെ. മനു ഇന്ന് പോയി സഹായത്തിനൊരു സെർവന്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എനിക്ക് ആളായിട്ട് നിന്നാൽ മതി, ബാക്കിയൊക്കെ അവൾ ചെയ്തോളും, അമ്മ ആശ്വാസത്തോടെ പറഞ്ഞു. മനുവേട്ടനും അഭിചേച്ചി എവിടെ? അഭിചേച്ചി അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുത്തേ അമ്മ. മനു ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അബിക്ക് കാലിനൊക്കെ നീരാണ്. ചുടുവെള്ളത്തിൽ കുറച്ചു നേരം കാല് മുക്കി വയ്ക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയിരിക്കുകയാണ്. ഞാൻ അവൾ പുറത്തു വന്നിട്ട് നിന്നെ വിളിക്കാൻ പറയാം. ഹേയ്, പ്രത്യേകിച്ചൊന്നുമില്ല, ചേച്ചിയോട് നല്ലോണം ശ്രദ്ധിക്കാൻ പറയേ. ഞാൻ നാളെ വിളിക്കാം അമ്മേ. ഒന്ന് മൂളിക്കൊണ്ട്, നിനക്ക് വീട് വല്ലതും ശരിയായോ മോനെ? ഇല്ലമ്മ, നോക്കുന്നുണ്ട്, വേഗം ശരിയാക്കി തരാമെന്ന് സതീഷ് സാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനായി വല്ല അസുഖവും വരുത്തി വെക്കണ്ട. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കട്ടെ അമ്മ, കുറച്ച് സെമിനാറിൻ്റെ വർക്കുകളുണ്ട്, ഞാൻ നാളെ വിളിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാ മോൻ വെച്ചോ, അമ്മ മറുപടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കാർത്തിക് ബാൽക്കണിയിൽ എന്തോ ആലോചിച്ച് നിന്നു. കുട്ടികളുടെ ബഹളം കാർത്തിക്കിൻ്റെ ചിന്തകളെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. കുട്ടികളിൽ പലരും കാർത്തിക്കിനോട് സംസാരിക്കാൻ വന്നെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം കാർത്തിക് റൂമിനകത്തേക്ക് പോയി.
മേശയ്ക്ക് മുകളിലിരിക്കുന്ന മീര കൊടുത്ത പുസ്തകങ്ങൾ കാർത്തിക് എടുത്ത് പതിയെ മറിച്ചു നോക്കി. ഓരോ താളുകൾ മറിക്കുമ്പോഴും ചെമ്പകപ്പൂക്കളുടെ വാടിയ ഗന്ധം. വാടിക്കരിഞ്ഞ ചെമ്പകത്തിതളുകൾ പലവിടെയും ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. കാർത്തിക് തുറന്നു പിടിച്ച പുസ്തകം തൻ്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ അടച്ചു. ആ പുസ്തകത്തിൻ്റെ ഗന്ധം നുകർന്ന ശേഷം കാർത്തിക് ഓരോ പേജുകളായി വായിക്കാൻ തുടങ്ങി. അന്ന് രാത്രി മീനു ഉറക്കത്തിനിടയിൽ കണ്ണു തുറന്നപ്പോൾ ചിന്താകുലിയായി കിടക്കുന്ന മീരയെ നോക്കി. മീരേച്ചി എന്താ ഉറങ്ങാത്തേ? എന്താ എത്ര ആലോചിക്കുന്നേ? ഒന്നുമില്ല മീനു, മീര പറഞ്ഞു. ഹേയ് ചേച്ചി, കള്ളം പറയല്ലേ, എന്തോ ഉണ്ട്. ഒന്നുമില്ല എൻ്റെ മീനൂട്ടി. കുറച്ചു മുൻപ് രഞ്ജിത്ത് വിളിച്ചിരുന്നു. നാളെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചേച്ചി എന്താ ടെൻഷനാകുന്നത്? രഞ്ജിത്ത് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനോ മീനു? ചേച്ചി, നമുക്ക് ഹരീഷൻ സിനിമയിലെ ഹീറോയിനെ പോലെ കളം വരച്ച് തുളസിയിലിട്ട് രഞ്ജുവേട്ടനെയാണോ അതോ കാർത്തിക് സാറിനെയാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് മീനു ചിരിച്ചു. നിനക്കെല്ലാം ഒരു തമാശയാണ് മീനു. ടെൻഷനും ഭയവും കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ, മീര വിഷമത്തോടെ പറഞ്ഞു. ഞാനും അമ്മയും എത്ര തവണയെ പറയുന്നു, അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് ചേച്ചിക്ക് അറിയോ? ചേച്ചി വിഷമിക്കണ്ടെന്ന് കരുതിയ അമ്മ ഒന്നും പറയാത്തത്. അമ്മയ്ക്ക് എത്ര വഴിപാടുകൾ നേർച്ചകളുമാണെന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിനോദ് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മീനു. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ അവരുടെ മരണം എഴുതപ്പെട്ടുണ്ടാകുമല്ലോ. ചേച്ചി വിവാഹം കഴിക്കാൻ ഒരുങ്ങിയില്ലെങ്കിലും അയാൾ ആക്സിഡന്റിൽ മരിക്കും. അത് അയാളുടെ വിധി, അല്ലാതെ ചേച്ചിയുടെ ജാതകത്തിൻ്റെയോ നാളിൻ്റെയോ ഒന്നും ദോഷം കൊണ്ടല്ല. അതിനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അതിനെന്നെ ചേച്ചി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? എങ്കിൽ നന്ദേച്ചിക്ക് സംഭവിച്ചതോ? അതും വിധി എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കണോ മീനു? വയ്യ. വിവാഹ ജീവിതം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ്. വേണ്ട, ഇനിയൊരു ജീവൻ കൂടെ ഞാൻ കാരണം വേണ്ട. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. ചേച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടാണ്. ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല. എന്തായാലും ഞായറാഴ്ച നമുക്ക് മണികണ്ഠൻ ജോത്സ്യനെ പോയി കാണാം. അങ്ങനെ വല്ല ദോഷവും ചേച്ചിക്കുണ്ടോ എന്ന് നോക്കാലോ. ചേച്ചിയുടെയും രഞ്ജുവേട്ടൻ്റെയും ജാതകവും തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കാം. മീനു, അതൊന്നും വേണ്ട, മീര പറഞ്ഞു. ചേച്ചി ഇനി ഒന്നും പറയണ്ട. രഞ്ജുവേട്ടൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. അതുകൊണ്ട് ഒരു ജോത്സ്യനെ കാണണം, കാര്യങ്ങൾ എന്നിട്ട് തീരുമാനിക്കാമെന്ന് നാളെ കാണുമ്പോൾ പറയണം. എന്നിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രഞ്ജിത്തേട്ടനെയും കൂട്ടി നമുക്ക് പോകാം. ജോത്സ്യൻ എന്താ പറയുന്നത് നോക്കാലോ. പ്ലീസ് ചേച്ചി. പക്ഷെ മീനു, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? രഞ്ജിത്ത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല, മീര ദേഷ്യത്തോടെ പറഞ്ഞു. ചേച്ചിക്ക് രഞ്ജുവേട്ടനോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. ചേച്ചിയുടെ മനസ്സിൽ ഒരു വേണ്ടാത്ത ചിന്തകൾ കാരണം ചേച്ചി ഒഴിഞ്ഞു മാറുകയാണ്. ഇനി അതല്ല രഞ്ജുവേട്ടന് അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞായറാഴ്ച ജോത്സ്യനെ കാണാൻ പോകുന്നതിൽ ഒരു മാറ്റവും ഇല്ല. ഒരു തവണ ചേച്ചിക്ക് വന്നൂടെ? അതിനെങ്കിലും ഒന്ന് സമ്മതിക്ക്. എനിക്കും അമ്മയ്ക്കും വേണ്ടിയെങ്കിലും. മീനുവിൻ്റെ നിർബന്ധത്തിൽ ഇത്തവണ മീരയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. പോകാം മീനു. കുറേ ആയില്ലേ നീയും വല്യമ്മയും പറയുന്നു. ജോത്സ്യനെ കാണാൻ നമുക്ക് പോകാം. രഞ്ജിത്തിനോട് നാളെ ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം, പോരെ? മീര ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും സത്യമാണോ ചേച്ചി? ഒത്തിരി സന്തോഷത്തോടെ മീനു മീരയെ കെട്ടിപ്പിടിച്ചു. കവിളിൽ ഒരുമ്മ വെച്ചുകൊണ്ട്, എന്ത് സന്തോഷമായെന്നോ ചേച്ചി, ഞാനിപ്പോൾ തന്നെ അമ്മയോട് പോയി പറയട്ടെ. മീനു സന്തോഷത്തോടെ കട്ടിൽ നിന്നും എണീറ്റു പോകാനൊരുങ്ങിയപ്പോൾ, ഇപ്പോൾ വേണ്ട മീനു, വല്യമ്മ ഉറങ്ങുകയല്ലേ, നാളെ പറഞ്ഞാൽ മതി. മീര മീനുവിനെ തടഞ്ഞു. എന്നാ രാവിലെ പറയാലേ? യോ, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു ചേച്ചി, മീനു വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു. മീര ഒന്ന് പതിയെ മൂളിക്കൊണ്ട്, നീ ഉറങ്ങാൻ നോക്ക് മീനു എന്ന് പറഞ്ഞ് മീനുവിൽ നിന്നും തിരിഞ്ഞു കിടന്നു. മീനു അത്യധികം സന്തോഷത്തോടെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. മീരയുടെ മനസ്സിലാണെങ്കിൽ പലതരം ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ കഥയുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.